എന്തോ ചെയ്യാനായി ഇറച്ചി അങ്ങോട്ട് പകുതി വെന്തതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഗ്യാസ് അങ്ങ് തീർന്നു. എന്താ നോക്കട്ടെ എന്നാല്. ഓ ഈ സിംഹത്തിനെ കടുവയൊക്കെ സമ്മതിക്കണം, എങ്ങനെ ഈ പച്ചറച്ചി തിന്നുന്ന? ഓ ഇതിന്റെ ഇടയ്ക്ക് സ്വന്തം നാക്ക് കടിച്ചു കുറച്ച് തിന്നപ്പോലും അറിഞ്ഞില്ല കേട്ടോ. ചേട്ടൻ വരുമെന്ന് പറഞ്ഞ് വെച്ചാ അതിന് എന്താ ചെയ്യുക? അപ്പഴത്തെ ചെറുക്കനെ വിളിച്ച് മാറ്റി വെക്കാം. കുഞ്ഞയ്യ എന്തോ തന്നെ ഇപ്പൊ വരാനൊന്നും പറ്റത്തില്ല. ഇങ്ങോട്ട് നീ എന്താ അവിടെ? എന്റെ പൊന്നി ചേച്ചാ നിലവിളക്ക് കത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പം ഞങ്ങളുടെ അമ്മ വഴക്ക് പറയും ഇവിടെ ഇറങ്ങിപ്പോയാ. എടോ ഒന്ന് വന്നേടോ, ഒരു കാര്യത്തിനാന്ന്. പറ്റത്തില്ല, നിങ്ങളുടെ വീട് ഞങ്ങളുടെ തെക്കോസ്റ്റല്ലേ ഇരിക്കുന്നേ. നിലവിളക്ക് കത്തിച്ചിട്ട് തെക്കോട്ട് ഇറങ്ങിപ്പോയാ ഞങ്ങളുടെ അമ്മ എന്നെ വഴക്ക് പറയും. നീ ഒരു കാര്യം ചെയ്യും, വടക്കോട്ട് ഇറങ്ങി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കിഴക്കൂടെ കറങ്ങി വാ. അങ്ങനെ വട്ടം കറങ്ങി ചേച്ചിയുടെ അടുത്ത് പറയാൻ ഞാൻ ബൂമറാങ്ങും. അപ്പൊ നിനക്ക് അറിയാമല്ലോ നിന്നോട് പിന്നെ എന്താ പറയാനാ? ഇങ്ങോട്ടൊന്ന് വന്നേടാ, നിന്നോട് കാര്യം പറയാനെന്ന്. എന്തൊരു കഷ്ടം. എന്തുകൊണ്ട് നിന്നെ കാണാൻ അപേക്ഷ കൊടുക്കണോടാ നിനക്ക്? പിന്നെ ഞാൻ നിലവിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു. അന്നേരം ചേച്ചി വിളിക്കേണ്ട കാര്യമുണ്ടോ? നിലവിളക്ക് അയ്യോ, ഇവിടെ സന്ധ്യക്ക് നിലവിളക്ക് കത്തിരും പ്രാർത്ഥന ഒന്നും ഇല്ലേ ചേച്ചി? എന്തോ കാര്യത്തിന് ഒരാഴ്ചയായിട്ട് ചേട്ടന് പണിയുണ്ട്, അത്യാവശ്യം പൈസയുണ്ട്, ദാരിദ്ര്യമൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മാത്രമേ ഞാൻ ദൈവത്തിന് ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ. പിന്നെ എന്തിനാ നിലവിളക്ക് കത്തിക്കുന്നത്? അത് തെറ്റാ. നമ്മൾ നിലവിളക്കും പ്രാർത്ഥനയൊക്കെ എന്നും വേണം. എന്നാലേ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകത്തുള്ളൂ, നമുക്ക് നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാകത്തുള്ളൂ. നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. ഇന്നലെ ഇന്നുമായിട്ട് ഇവിടുന്ന് ആ വിളക്കത്തിരിയും ചന്ദനത്തിരിയും വിളക്കണയൊക്കെ നിങ്ങളുടെ അമ്മ അങ്ങോട്ട് മേടിച്ചോണ്ട് പോയി വിളക്ക് കത്തിക്കുന്നത്. എന്നിട്ട് അവന്റെ സമ്പൽ സമൃദ്ധി അത് പൈസ ഇല്ലെന്നിട്ടൊന്നുമല്ല. ഞങ്ങളുടെ അമ്മ പലചരക്കടയിൽ ചെന്ന് അരിയും പച്ചക്കറിയും മുട്ടയും പഴവും പാപ്പവും ഒക്കെ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇത് വാങ്ങിക്കാൻ മറന്നു പോയതാ, പൈസ ഇല്ലെന്നിട്ടല്ല. കണ്ടോ, നാഴിക്ക് 40 തവണ ഇവർ അമ്മ കടയിൽ പോവും കുടിക്കാനും തിന്നാനും മേടിക്കാനുള്ളത്. അപ്പോഴത്തേക്ക് ദൈവത്തിന്റെ കാര്യം അങ്ങ് മറന്നുപോയി. ദൈവത്തിന്റെ കാര്യം വിളിച്ചെന്തിനാന്ന് പറ. എടാ ചേച്ചിയുടെ ഗ്യാസ് ഒന്ന് മാറ്റിത്താടാ. അതിന് എന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? രണ്ടല്ലി വെളുത്തുള്ളി ചവച്ചരച്ചിറക്കിയാ പോരെ, അത് മാറിക്കോളൂ. അല്ലെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് കിട്ടും, ജെറുസലേം വാങ്ങിച്ച് മേടിച്ചാൽ മതി. ഈ സവാരി സോട്ടിന്റെ ബട്ടൺ പോലിരിക്കുന്ന വലിയ റോസ് കളത്തിലുള്ള ഗുളിയല്ലേ, അത് വാങ്ങിച്ച് കഴിച്ചാൽ മതി, ഗ്യാസ് മാറിക്കോളും. എന്റെ ഗ്യാസ് മാറ്റി തരുന്ന ആരുമല്ല പറഞ്ഞത്. ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടർ തീർന്ന് നീ അപ്പൊ പുതിയൊരു LPG എടുത്ത് വെച്ച് തരാനാ പറഞ്ഞത്. അതിനാണ് പറഞ്ഞത്. ചേട്ടൻ ഇന്ന് വരുവാ. അപ്പൊ ഞാനായിട്ട് ഇച്ചിരി ഇറച്ചിക്കറിയൊക്കെ മേടിച്ച് വെക്കാന്ന് വിചാരിച്ചോണ്ട് വെച്ചത്. അപ്പൊ വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഗ്യാസ് അങ്ങ് തീർന്നു പോയി. എന്റെ പൊന്നി ചേച്ചി, ഈ ഗ്യാസ് തീരുമെന്നുള്ള കാര്യം 2 ദിവസം മുമ്പേ നമുക്ക് അറിയാൻ പറ്റും. കാരണം അതിന്റെ തീയുടെ പവർ കുറയുന്ന പറഞ്ഞാൽ അറിയാം ഗ്യാസ് മാറണമെന്ന്. അതൊന്നും മാറ്റിക്കൂടായിരുന്നു ചേച്ചിക്ക്? ഓ നിന്നോട് പറയാനായിട്ട് ചെറുക്കനെ അമ്മ അന്ന് വെക്കേഷൻ ആണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. അണ്ണനാന്ന് ജോലി സ്ഥലത്തും പോയി. ഞാൻ എന്തോ തിന്നും കഴിക്കുന്നു പറഞ്ഞ് ഞാൻ വെക്കത്തില്ലടോ, ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെ വെപ്പില്ലടാ. ഇല്ലയോ? അപ്പൊ ചേച്ചി എന്തോ കഴിക്കത്തൊന്നുമില്ലേ? ഓ എങ്ങനെ കഴിക്കും, എങ്ങനെ ഇറങ്ങും? നിനക്ക് അറിയാത്തോണ്ട് ഒരു ഭാര്യയുടെ വിഷമം. ഞാൻ ഒന്നും വെക്കത്തില്ല. നേരം വെളുത്ത പല്ലും തേച്ചോണ്ട് ഞാൻ സരസ്വതിച്ചയുടെ അങ്ങോട്ട് പോവടാ. 7:30 ചെന്നിരുന്ന കാര്യം പറയും, പറഞ്ഞ് 9 മണി വരെ അവിടെ ഇരിക്കും. അപ്പൊ സരസ്വതിയോടും പറയും ചെയ് പോട്ടെ, കുറെ നേരം ആയില്ലേ ഞാൻ വന്നിട്ട്. അപ്പൊ ചെയ് പറയും നീ എന്തെങ്കിലും കഴിച്ചായിരുന്നു നോക്കളെ. ഞാൻ പറയും ഇല്ല ചെയ്യൊന്നും വെച്ചില്ല. ഞാൻ പറയോ നീ അവിടെ ഇരിക്കും. 2 ദോശയും 1 ഗ്ലാസ് ചായ ഞാൻ അവിടെ നിന്ന് കുടിക്കുവിടാ. എന്നിട്ട് എനിക്ക് അങ്ങ് മനസ്സിന് വിഷമം. ഇവിടെ വരുമ്പോൾ ഞാൻ ചേട്ടന്റെ കാര്യം ഓർക്കും. അങ്ങനെ ഇച്ചിരി നേരം കിടന്ന് അങ്ങ് ഉറങ്ങും വിഷമം സഹിക്കാതെ. പിന്നെ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് അമ്മിണിച്ചയുടെ വീട്ടിലോട്ട് പോകും. ഈ ചെയ്യാണെങ്കിൽ അവിടെ നിന്ന് മീൻ വെട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കൊച്ചുള്ളിയും ചമ്മന്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് പറക്കി കൊടുക്കും. എന്നിട്ട് ചേടും പറയും ഇപ്പൊ ഇച്ചിരി നേരം ആയില്ലേ ഇച്ചി വന്നിട്ട് വീട്ടിലോട്ട് ചെല്ലട്ടെ. ഇപ്പൊ പറയണ കഴിച്ചിട്ട് പോകുച്ചേ, ഇച്ചേ പ്രായമായതാ വേണ്ടാന്ന് പറഞ്ഞ് ഇച്ചയ്ക്ക് വിഷമം വരും. എന്നിട്ട് ഞാൻ പറയും ഇച്ചേ വിളമ്പ്, ഇച്ചേ അങ്ങ് വിളമ്പെന്ന് പറയുമ്പോ ഇച്ചേ അങ്ങ് വിളമ്പ്. ഞാൻ അവിടെ ഇരുന്ന് ഒരു പാത്രം ചോറും കൈയും കഴിയെങ്കിൽ വരുവടാ. ക്ഷീണമല്ലയോ? ഇച്ചിരി മാറിക്കിടന്ന് അങ്ങ് ഉറങ്ങും. 3:30 ആവും. എന്റെ ദൈവമേ, അമ്മിണി ചെയ്യും 3:30 ആകുമ്പോഴത്തേക്ക് നല്ല ഒന്നാന്തരം പശുവുള്ള വീട്, കറവയുണ്ട്. സൊസൈറ്റി പോകുന്നതിന് മുന്നേ ഇച്ചേ എനിക്ക് 1 ഗ്ലാസ് ചായ തരും. ഞാൻ അവിടെ ചെല്ലുമ്പോ ടീ ബ്രേക്കിന്റെ കഥയാ. ചൂടോടെ ഞാൻ കുടിക്കും. ചൂടാ എന്നാലും ഞാൻ കുടിക്കും. അങ്ങനെയൊക്കെ വൈകിട്ട് അത്താഴം എങ്ങനെയാ? നല്ല ചെല്ലു കൂട്ടി കിടക്കാൻ വരുന്നേ, അവരിങ്ങ് കൊണ്ടുവരും. ഞാൻ പറഞ്ഞ ഭർത്താവ് ഇവിടെ ഉള്ളതല്ല, പുറത്ത് പണിക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം. കയറി ഇറങ്ങി തിന്നാമല്ലോ. ഗ്യാസ് എവിടെ ചേച്ചി ഈ ഗ്യാസ് ഒക്കെ എന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ആകെ 10-20 കിലോ ഉള്ളു. ചേച്ചിക്ക് തന്നെ മാറ്റി വെച്ചപ്പോൾ അയ്യോ എനിക്ക് പറ്റത്തില്ലടാ. ഗ്യാസ് എടുത്ത് പൊക്കുമ്പോഴത്തേക്ക് നടുവിനൊരു വിലക്ക് ആവതില്ലല്ലോ, പ്രായമായി വരുമല്ലയോ. 20 കിലോ ഉള്ള ഗ്യാസ് ഊറ്റി വെക്കാൻ വയ്യ. 65 കിലോ ഉള്ള അമ്മായിമ്മ പൊക്കി കണ്ടില്ല ടീമായത്. നീ അങ്ങനെ പറയരുത്. അതായത് ആ പാതകത്തിൽ എവിടെ വരുവാ? ഇവിടെ നിൽക്കി. ഇവിടേക്ക് എന്റെ കൂടെ വരണ്ട, ഞാൻ തന്നെ വേണ്ടേ? വേണ്ട, എന്റെ കൂടെ അടുക്കള വരണ്ട. അതെന്തൊരു കഷ്ടമായി. വേണ്ട ചേച്ചി, ഒന്നാതെ അണ്ണനും ഇല്ല. നമ്മൾ ഇനിയുമ്പോ അടുക്കള ഒരുമിച്ച് നാട്ടുകാരൊക്കെ എന്തോ നോക്കിക്കോന്നറിയാം. വരരുത്, എനിക്ക് പെരുമാറ്റം കേൾപ്പിക്കാൻ ഗ്യാസ് വെച്ച് തന്നാ ഗുണമുണ്ട് കേട്ടോ. അതൊക്കെ എന്തുവാ ഇങ്ങോട്ട്
എന്തുവാ? ഇറച്ചിക്കറി വേണോ നിനക്ക്? ഇറച്ചിക്കറി വേണം. കാരണം ഞാൻ കുറച്ചു നാളെ ഇറച്ചി കൂട്ടിയിട്ട്. അതെന്തോ അങ്ങനെ പറഞ്ഞു? നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഇറച്ചിക്കറി മേടിക്കത്തില്ല? ഞങ്ങൾ അച്ഛൻ ഈ ഇറച്ചി ചൊറിയുമല്ലോ. അത് ചിലർക്ക് അങ്ങനെ ഈ ഇറച്ചി കൂട്ടാൻ പറ്റത്തില്ല. അലർജിയുടെ പ്രശ്നമാണ് അത്. അലർജിയുടെ അല്ല, പിന്നെ രണ്ടാമത് ചോദിച്ചിട്ട് കൊടുത്തില്ലേ അച്ഛൻ ചൊറിയും അമ്മയുമായിട്ട്. അതുകൊണ്ട് ഇപ്പൊ വാങ്ങിക്കത്തില്ല. ഞാൻ പോകുമ്പോ എനിക്ക് തന്നു വിട്ടാ. എടാ കുഞ്ഞാ, ഞാനൂടെ വന്ന വേണ്ട ചേച്ചി, ചുമ്മാ അടങ്ങി ചേച്ചി. നാട്ടുകാരെ കൊണ്ട് പറഞ്ഞു ഇന്നാളെ ചുമ്മാ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു ചെറുക്കൻ, എന്റെ ദൈവമേ, ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോ മുതൽ കാണുവാണേ. ഈ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കത്തില്ല ചെറുക്കൻ. നല്ലൊരു ജോലിയൊക്കെ കിട്ടിയതാ. ആ കൂട്ടത്തിൽ പെണ്ണുങ്ങൾ ജോലി എന്ന് പറഞ്ഞു ചെറുക്കൻ ജോലിക്ക് പോകത്തില്ല. അതെ. പിന്നെ മെനങ്ങാന്നങ്ങാണ്ടാണെങ്കിൽ സെൻസസ് എടുക്കാൻ ഒരു പെങ്കൊച്ചു വന്നു. ആ കൊച്ചു പഞ്ചായത്തിൽ നിന്ന് പോകുന്നിടം വരെ അവൻ ആ പെരക്കത്തിരുന്നു. ഇവർ അമ്മയാണെങ്കിൽ വീട്ടിൽ ആരും ഇല്ല, എനിക്ക് മക്കളും ഇല്ല എന്നങ്ങാണ്ടാ എഴുതി കൊടുത്തത്. എന്തോ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടേ. എടാ ഞാൻ ഇപ്പൊ ഒരു തളയും കൂടെ മതി. ഞാൻ വേണ്ട. ഒരു തളയും കൂടെ മതി. കൊണ്ടുപോടാ. അണ്ണൻ വന്നിട്ട് വരാം. നിങ്ങളുടെ ചൊറിയുന്ന അച്ഛനും കൂടെ കൊണ്ട് കൊടുക്കുക. ഞാൻ അണ്ണൻ വന്നിട്ട് വരാം. അണ്ണനിപ്പോ വരുമെന്ന്. അണ്ണൻ വന്നിട്ട് വരാം. അന്നേരം തന്നാ മതി. ഞാൻ പോവുക. അയ്യോ അണ്ണനാ തോന്നുന്നു. ടോർച്ച് എന്തിനാ? നിനക്ക് പനിയുണ്ടോ എന്ന് നോക്കാൻ. തീർച്ചയായിട്ടും വരാനും കഷ്ടം. നിന്റെ അച്ഛൻ വന്ന മണക്കാല മണങ്ങൻ ഇല്ല, വന്നില്ല. പിന്നെ ആ മരച്ചോട്ട് ഇരട്ടിരുന്ന ആരാ? അയ്യോ, പഞ്ചായത്തിൽ നിന്ന് ഡ്രോ ബാഗ് വെച്ചേക്കും അവിടെ. രോഗാകാന്നു. പിന്നെ എന്തൊരു കഷ്ടം. അതെന്തോ എടുത്തറിയുന്നേ? പണി സാധനം അവിടെ പണിക്കൊണ്ടേ സാധനങ്ങൾ പണിക്കളല്ലേ. ഇതെന്തുവാ? അതെ. നോക്കട്ടെ. മനസ്സിലായി. പണിസ്ഥലത്ത് നല്ല മിനിക്കായിരുന്നില്ലയോ? പണിക്ക് പോയാ പണി പോയി ചെയ്യണം, അല്ലാതെ അവിടെ കുടിക്കരുത്. കുടിക്കാതെ ആര് കുടിക്കുന്നു? അവിടെ കുടിക്കുന്നില്ല. ഞാൻ ഇന്ന നാല് വരെ നിന്റെ കൂട്ടത്തിലല്ലാതെ എവിടെയും പോയി ഇത് കുടിച്ചിട്ടുണ്ടോ? എന്റെ സാങ്ഷൻ മാറ്റിട്ടില്ല, ഞാൻ കുടിച്ചിട്ടുള്ളൂ. വ്യക്തമായിട്ട് പറഞ്ഞാ എന്റെ സമ്മതത്തോടെ നിങ്ങൾ അതേ ഉള്ളൂ. അല്ലെ പിന്നെ അവിടെ പണിക്ക് പോയിട്ട് ഞാൻ കുടിക്കാനാണ് നേരം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അണ്ണന് 2 ആഴ്ചത്തെ പണിയുണ്ട്. അണ്ണൻ 2 ആഴ്ച കഴിഞ്ഞേ വരുത്തുള്ളൂ പറഞ്ഞിട്ടേ അണ്ണന്താ നേരത്തെ വന്നു? രഘു എന്നെ പണിക്ക് വിളിച്ചേ. അവൻ ആ മംഗലാപുരത്തെ വീടേ 4 ലക്ഷം രൂപ ലേബർ ചാർജിനാ പിടിച്ചത്. എന്നോട് പറഞ്ഞു, അണ്ണാ 2 ആഴ്ചത്തെ പണി കണ്ടെന്നുണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എടാ 2 ആഴ്ച പണി ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഡെയിലി 1500 രൂപ വെച്ച് തരണമെന്ന് അവനോട് ഞാൻ പറഞ്ഞു. അപ്പൊ എടുത്ത എന്നോട് പറയാം 1100 രൂപ തരാൻ പണിയുമോന്ന് ചോദിച്ചു. 2 ആഴ്ചത്തെ പണിയുണ്ട്, 1100 രൂപ തരാൻ പണിയുമോന്ന് ചോദിച്ചു. കുഴപ്പമില്ലല്ലോ. എനിക്കൊരു പണി കൊടുത്തിട്ടാ ഞാൻ വന്നത്. ആ 2 ആഴ്ചത്തെ പണി ഒരാഴ്ച കൊണ്ട് തീർത്തു ഞാൻ അവിടെ. ഇവനെ ഞാൻ തീർത്ത് ഇവരെ കിടന്ന് അനുഭവിച്ചു. എല്ലാ ആൾക്കാരും സന്ധ്യക്ക് പണി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇന്ന് പണി രാത്രി മൊത്തം എന്റെ കൂട്ടത്തിലുള്ളവർ നേരം എടുത്ത് പല്ല് തേക്കുമ്പോൾ ഞാൻ അവിടെ പിച്ച് തേച്ചോണ്ടിരിക്കുക. അങ്ങനെ തീർത്ത് കൊടുത്തു ഒരാഴ്ച കൊണ്ട്. അവൻ അനുഭവിക്കണം അവന്. എന്താ നമുക്കെന്താ നഷ്ടപ്പെടാൻ? അവനല്ലേ നഷ്ടം. അവൻ വല്ലാർപാടത്ത് വേറെ വണ്ടി ഒരു പണി പിടിച്ചിട്ടുണ്ട് 4 ദിവസം പണി. അത് ഞാൻ ഒരു ദിവസം കൊണ്ട് തീർത്ത് കൊടുക്കാം. അവൻ ചമ്മണം. അവൻ അടുത്ത പണി തപ്പി പോകണം. എന്നോടാ കളിക്കുന്നത് എന്നോട്. അല്ല, എന്നിട്ട് രഘുവൊക്കെ പോരുന്നോ? അമ്മ പറഞ്ഞു അവിടുത്തെ പാല് കാച്ചും കഴിച്ചിട്ടേ വരത്തുള്ളൂ പറഞ്ഞു. അയ്യോ, അണ്ണന് ചെല്ലണം. 1000 രൂപ എന്തുമായാലും ദക്ഷിണ കിട്ടും. നല്ല മുണ്ടും ഷർട്ടും പുതിയത് കിട്ടും. എനിക്കറിയാടി. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു, പാല് കാച്ചിന് വരാമെന്ന് പറഞ്ഞിട്ട് ഷർട്ടും മുണ്ടും ഒക്കെ കിട്ടുമല്ലോ. ഞാൻ ഷർട്ടിന്റെ അളവ് തെറ്റിച്ചാ പറഞ്ഞത്. എനിക്ക് 42 ഇല്ലയോ, 65 പറഞ്ഞു വെച്ചു. എന്നെ നോക്കി അവിടെ ഇരിക്കും. ആ വലിയ ഷർട്ട് കിട്ടി. ഞാൻ പോകത്തില്ല പാല് കാച്ചിന്. അവര് ചമ്മൂന്നാന്നോ അതോ അവര് ചമ്മു? അല്ലാതെ എങ്ങനെ ചമ്മുന്നത്? അവരില്ലേ ചമ്മുന്നത്? എന്തെങ്കിലും ആയിക്കോട്ടെ. അണ്ണൻ ഇറച്ചി വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഒരാഴ്ചയായിട്ട് അവിടെ പട്ടിണിയാണ്. പിന്നെ ഞാൻ അങ്ങനെ ഇറച്ചി വെക്കുന്നത് ഞാൻ. അയ്യോ, അണ്ണൻ ഇറച്ചി വെച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. അണ്ണന് വേണ്ടി ഞാൻ ഇന്ന് ഇറച്ചി വെച്ചിട്ടുണ്ട്. കുഞ്ഞും തേടി കുഞ്ഞിനെ അമ്മ വിളിച്ചോണ്ട് പോയി. അമ്മയ്ക്ക് മനസമാധാനക്കേട് വേണോന്ന്. അല്ല, നിങ്ങളുടെ മോനില്ലയോ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ കീഴ്മേൽ മറിക്കുമല്ലോ. അവർ അനുഭവിക്കട്ടെ. കുറച്ച് മനസമാധാനക്കേട് അവരും കൂടെ അനുഭവിക്കട്ടെ. എന്തായാലും മനസമാധാനത്തോടെ കുഞ്ഞെന്തോ ഉണ്ടാക്കി വെച്ചോ. ഇന്നലെ അമ്മ എന്നെ വിളിച്ചപ്പോ പറയും അച്ഛൻ കിടന്നുറങ്ങിയപ്പോ ചെറുപേര് മൂക്കിനകത്തിട്ടെന്നാണ്. ആ ചപ്പൂപ്പൻ ഇത്ര നാളായിട്ട് പച്ച പിടിച്ചിട്ടില്ലല്ലോ, ഇനിയും പച്ച പിടിക്കട്ടെന്ന്. എനിക്കറിയത്തില്ല. എനിക്ക് ഈ 10 വയസ്സുള്ള ചെറുക്കനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ചെറുക്കനോട് ഇങ്ങനെ കിടന്ന് തുള്ളാതെ ഇങ്ങനോട് പറയണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങ് കലിയാൻ നേരത്തെ. ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞു ഇവർ അച്ഛന്റെ മൂക്കിനകത്ത് ക്രിക്കറ്റ് ബോൾ അടിച്ച് കയറ്റണം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിൽക്കണം, ശ്വാസം മുട്ടി അവന് ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞു. അതെന്തൊരു പറച്ചിലായി പോയി അണ്ണാ അത്. എടി ഒരാഴ്ച ഞാൻ പോയിട്ട് നിന്റെ അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചോടി. അത് വിളിക്കാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ ഫോണിനകത്ത് മൊബൈൽ റീചാർജ് ഇല്ലായിരുന്നു. അണ്ണനെ വിളിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ 450 രൂപയ്ക്ക് ഫോൺ റീചാർജ് ചെയ്ത് കൊടുത്തു. 450 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുത്തു. എടി ഇവിടുന്ന് മംഗലാപുരം വരെ ലോ ഫ്ലോറിലെ AC വരാൻ 150 രൂപ മതി. അന്ന് 450 രൂപ അതിന് റീചാർജ് ചെയ്ത് കൊടുത്ത് എന്തിനാ? നെറ്റ് കയറാൻ. നെറ്റ് കയറിയിട്ട്
കളിക്കാൻ. പിന്നെ എന്നിട്ട് എവിടെ ലിങ്കി വരും, അതൊക്കെ ഇറങ്ങി ഞെക്കും. അങ്ങനെ ഞെക്കിയതാ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണുപിള്ള വിളിക്കുക വിദേശത്ത് വന്ന്. അമ്മാവന്റെ മോളാന്ന് ഈ പുള്ളി കണ്ടോണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഓടി നടക്കുക ഇവർ അച്ഛൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു. അതാണ് എന്റെ മനസ്സിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ അച്ഛൻ ഫേമസ് ആവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്. എടി ഫേമസ് ആവണമെങ്കിൽ കോട്ടും സൂട്ടും ഇട്ടോണ്ടിരിക്കണം, അല്ലാതെ ഉടുതുണി ഇല്ലാതെ ഫോട്ടോ കാണിച്ചിട്ടല്ല ഫേമസ് ആണ്. അങ്ങനെ സംസാരിക്കില്ലേ? അത് കണ്ടിട്ട് ഞാൻ അയ്യേ എന്ന് പറയുമായിരുന്നു ആൾക്കാരെല്ലാം. അയ്യാണ് സാറ്റേറ്റ് വരും നാണിച്ച് നിൽക്കുമോ നിന്റെ അച്ഛൻ ഈ പ്രവർത്തനം കാരണം. വന്ന് കേറിയില്ല, അതിന് മുന്നേ എന്റെ വീട്ടുകാര് എന്റെ അച്ഛനെ അങ്ങ് പറയാൻ തുടങ്ങി. അങ്ങനെ നീ പോയി ഒരു കാര്യം ചെയ്യ്, നീ പോയി ഒരു വെള്ളം എടുത്തു ഞാൻ അടിക്കാം. പോയി കുളിക്കാതെയോ? അന്നാ ഒരു ഗ്ലാസ് വെള്ളം എടുക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് നിങ്ങൾ കുളിക്കുന്നത്? ഇത് അടിച്ചിട്ട് കുളിക്കും, പിന്നെ കാണാൻ കുളിക്കാം. അപ്പോൾ എനിക്ക് കുളിക്കണം, ഞാൻ അവിടെ വെച്ച് കുളിച്ചിട്ടാ വന്ന വഴിക്ക് മുഖം കഴുകി എടുത്തിട്ട് അജരെ ഭാര്യമാരത് എങ്ങനെ വേണം കേട്ടോ. ഇതാണ് ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ മുന്നേ വെച്ചാൽ ഞാനിതിനെ അടിച്ചു. ഇവളുടെ റമ്പിൽ നിന്ന് അടിക്കുകയൊക്കെ ചെയ്യും. ഇവളോട് വേണമെന്ന് ചോദിക്കും, ഇവള് വേണ്ടെന്ന് പറയും. നമുക്ക് വേണം അടിക്കണം എന്ന് തോന്നുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അടിക്കുന്നില്ലേ, നല്ല എല്ലായിടത്തും കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അതാണ് ഒരു കുടുംബ ബന്ധം, ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞത്. അതായത് അങ്ങനൊക്കെ ചെയ്തു. നീ പെട്ടെന്ന് പാടി, ഞാൻ അത്രയും പോഷൻ ഉണ്ടാക്കിയില്ല, അതുകൊണ്ടാണ് തിരിയാതെ പറഞ്ഞത്. അറിയാം, ഞാൻ സംസാരിക്കുന്നത് തെളിയത്തില്ല, മനസ്സിലാവുന്നില്ല എന്ന് പറയാനൊക്കെ. ഓ ഇനിയിപ്പോ തുണി മാറാനൊക്കെ ഉണ്ട്. അത് കുളിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഒരു ഇത് വന്നേനെ. അതങ്ങനെ അപ്പൊ അത് പറ്റത്തില്ല. അത് ആർത്തി നമ്മൾ പറഞ്ഞ കുറ്റം. ഫിഗർ ഷോ കാണിക്കോ നിങ്ങള്? തുണി മാറാൻ പിന്നെ ഞാൻ വെച്ചതാ. ഓ മസാലയൊക്കെ കറക്റ്റാ ആണോ? അച്ഛൻ കണ്ടാലും പറഞ്ഞേനെ ഇങ്ങനെ തന്നെ. എന്താ പറയും? മസാലയൊക്കെ കറക്റ്റാ. അച്ഛന് മസാല പോരാല്ലോ. മസാല അച്ഛൻ കണ്ടാൽ പറയാമെന്ന് പറയാം. എന്റെ പറയുമ്പോഴത്തേക്ക് അമ്മ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞു? അമ്മ പറയുവാ, കൊച്ചി 7 ഒരു കൂട്ട് വേണ്ടായോന്ന്. 1500 പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ എന്റെ ചെറുക്കന് ഞാൻ വേറെ കൂട്ടുണ്ടായോ? അതല്ലെന്ന്, അടുത്ത എന്ത് വന്നു 7 നിങ്ങൾ അമ്മയ്ക്ക് വേറെ പണിയില്ല പോകും. നിങ്ങൾ അച്ഛന് തൊഴിലില്ലാതെ ഒത്തിരി എണ്ണം ഉണ്ട്. പിന്നെ എന്റെ വിട്ടാ അതുപോലെ എനിക്ക് വേണേ എടുത്തിട്ടോ അടുത്ത് എടുത്തിട്ട് എറിഞ്ഞാൻ കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. സരസമ്മയുടെ വീട്ടിലെ പട്ടിയെ മനുഷ്യൻ വഴി നടക്കാൻ പറ്റത്തില്ല, കടിക്കാൻ വരുമെന്നേ. ഓടിച്ചു ഓട്ട വന്നപ്പോ മനസ്സിലായി ഓട്ടയാന്ന് അണ്ണൻ വന്നെന്ന് മനസ്സിലായി. മംഗലാപുരത്തായിരുന്നില്ലേ? ഞങ്ങളുടെ ഉപ്പാപ്പനൊക്കെ അവിടെ താമസമുണ്ട്, രാമേന്ദ്രൻ പെരുമ്പുളിക്കരെ. കണ്ടായിരുന്നു അവരെ? പിന്നെ മംഗലാപുരത്ത് മൊത്തം ഇങ്ങനെ വികസിച്ചിരിക്കല്ലേ ഇതിന്റെ അപ്പം. ഞാൻ അവിടെ ചെന്നപ്പോ കാണാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അപ്പാപ്പ താമസിക്കുന്ന വേറെ സ്ഥലത്തോട്ടാ പോയ. ഞാൻ പണ്ട് പോയിട്ടുണ്ട് അവിടെ. പിന്നെ ഇപ്പൊ പോവാത്തെ? ഇപ്പൊ പോയാൽ എനിക്ക് പണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച എന്താ പറയാ, ഉത്സവം ഉണ്ടായിരുന്നു. ഞാൻ പണിക്ക് പോയേക്കാം, ഇവിടെ ഉത്സവം കൂടി ഇരിക്കാൻ പറ്റത്തില്ല, എന്റെ വീട് കഴിയണം. ഉത്സവത്തിന് എന്തായിരുന്നു പ്രത്യേകം? അണ്ണൻ വരാഞ്ഞ കാര്യം മുടിഞ്ഞ അടിയായിരുന്നു. അറിയോ? പിന്നെ ആ കണ്ടത്തിൽ കിടന്ന് എന്തോ അടിയായിരുന്നു അറിയോ? സത്യം പറഞ്ഞ ഈ ആലിന്റെ മണ്ടയിരുന്ന് ഈ അടി കാണുമ്പോഴേ ഈ ഡ്രോൺ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഒരു ഫീലാണ് നമുക്ക്. ആലിന്റെ മണ്ടയിരുന്ന് ആര് കണ്ടത്? ഞാൻ. നീ എന്തിനാ ആലിന്റെ മണ്ട കയറി അടുത്ത് കയറി? അതല്ല, ഒറ്റ തൊഴിക്ക് ആദ്യം എന്നെ കയറ്റിയതാ. പിന്നെ നീ ഇറങ്ങിയില്ലയോ? ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഈ അടി ഒന്ന് തണുത്ത് വരുമ്പം ഞാൻ ഇറങ്ങും, പകുതി വരുമ്പം വീണ്ടും അടിമൂക്കും, ഞാൻ പിന്നെയും തിരിച്ചു കയറും, വീണ്ടും അടി തണുക്കും, താഴോട്ടിറങ്ങും, വീണ്ടും അടിമൂക്കും, മേലോട്ട് കയറും. വെളുക്കുന്ന നമ്പർ ഈ പരിപാടിയായിരുന്നു. അപ്പൊ ആൾക്കാർ കണ്ടോട്ടൊന്നും പറഞ്ഞില്ലടാ? ആൾക്കാരൊന്നും പറഞ്ഞില്ല. ആൾക്കാർ വിചാരിച്ചു ഈ മേലോട്ടും താഴോട്ടും കയറും ഇറങ്ങും ചെയ്യുന്ന കുരങ്ങന്റെ LED ബൾബ് ആയിരിക്കും. അങ്ങനെ അങ്ങനെ ബൾബെന്ന് പറഞ്ഞത് ഇത്ര വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ അതിനുശേഷമായിരുന്നു മെയിൻ പരിപാടി. എന്തായിരുന്നു? 51 സ്ത്രീകളുടെ നിർബന്ധം തുള്ളൽ. നിർബന്ധത്തുള്ളത്? ഇവര് കൈകൊട്ടി കളി കളിക്കണമെന്ന് പറഞ്ഞു വന്നേ. കമ്മിറ്റിക്കാർ പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ അടി ഉണ്ടായതാണ്, ഇവിടെ ഒരു പരിപാടിയും പറ്റത്തില്ല എന്നും പറഞ്ഞു. ഇവര് കായികൊട്ടിക്കളി കളിച്ചേ പോകുള്ളൂ എന്നും പറഞ്ഞു ഭയങ്കര നിർബന്ധം തുള്ളൽ അവിടെ കിടന്നുണ്ട്. ഞങ്ങളുടെ അപ്പച്ചിയുടെ ഒക്കെ ടീമായിരുന്നു. അപ്പച്ചിയോ? അപ്പച്ചിക്ക് പറ്റുവാടാ ഇതിനൊക്കെ? ഞങ്ങളുടെ അപ്പാവ് അമ്മാവൻ പണി കഴിഞ്ഞു വന്ന് ഈ തോർത്ത നലക്കടി എന്ന് പറഞ്ഞാൽ അപ്പച്ചി പറയും ഈ കുനിഞ്ഞ് നടക്കാൻ വയ്യ, നടുവേദനയാണ്. ഈ പറയുന്ന അപ്പച്ചി എന്തൊക്കെയാണെന്നറിയോ ഈ കൈകൊട്ടിക്കളി കാണിക്കുന്നത്. ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, താഴേന്ന് കല്ല് വരെ കടിച്ചെടുക്കും ഞങ്ങളുടെ അപ്പച്ചി. അങ്ങനത്തെ അപ്പച്ചി. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. കൊള്ളാൻ നോക്കിയാണ്. അത് ഇച്ചിരി കനർപ്പുണ്ട് അതിന്. കമർപ്പുണ്ടായാലും കുഴപ്പമില്ല. സ്വർണ്ണം ഖനനം ചെയ്യുന്ന പോലെ മിച്ചർ തന്നെ ആദ്യം കപ്പലട്ടി പറക്കുകയും കയറ്റും. ചേച്ചി കൂടെ കൊടു. പിന്നെ എന്താണ് ഞാൻ അടിക്കും.
ചേച്ചി പെണ്ണുങ്ങളൊക്കെ പ്രസവ ശുശ്രൂഷയ്ക്ക് അയ്യോ. പ്രസവ ശുശ്രൂഷയ്ക്കൊക്കെ കഴിക്കും. എടാ പോടാ കുഞ്ഞായി എടുത്ത്. ആ ശരിയാണ്, മറ്റേ മരുന്നിനകത്ത് തൊഴിക്കും അത്. ഇവിടെ കൊണ്ടൊക്കെ മരുന്ന് മൊത്തം ഞാൻ അടിച്ച് തകർക്കുമായിരുന്നു. ഇല്ല ഞങ്ങളുടെ വീട്ടുകാരൊന്നും ഇത് കുടിക്കാൻ തോന്നില്ല. പോടുന്നു വീട്ടുകാർ കുടിക്കത്തില്ലെന്ന് ഇവരമ്മ വീട് വലിച്ചിട്ട് പുക വിടുന്ന കാണണം. കൽക്കരി ട്രെയിൻ പോലും ഇത്ര പുക. മതി കൂടുതൽ സംസാരിക്കാം. നിനക്കിത് തിന്നണമെങ്കിൽ ഇതേ ഇച്ചിരി എടുത്ത് അടിച്ചിട്ട് തിന്ന്. ഇങ്ങനെ കുറെ അമ്മമാരുണ്ട് അന്ന് ഉമ്മ കുടിക്കാതെ കൂടി നിന്നിട്ട് ഇത് മാത്രം അറിഞ്ഞങ്ങ് തീർക്കും. നമ്മളത് ഇങ്ങനെ കുടിച്ചു വരുമ്പോഴത്തേക്ക് ഇത് തീരും. നിനക്ക് അടിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി അടിച്ചിട്ട് അടിക്കും. ചെറുക്കനോട് പറയാം, ചെറുക്കൻ ശീലം പോലും ഇല്ല കേട്ടാ. എന്തോ കാണിക്കുന്നത്? കൊതിയിടുവായി നാശം പിടിച്ചേർക്കും. അത് ഇത്തിരി അടിച്ചാൽ ടച്ചിങ് തരുമോ? ഇറച്ചി തരുമോ? ഇതിനെ വേണമെങ്കിൽ അടിച്ചിട്ട് വേണമെങ്കിൽ കുടിക്കും. കുടിക്കരുത്. എന്തോ ഞാൻ നിങ്ങളുടെ അമ്മച്ചോടെ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. ആവശ്യമില്ലാത്ത വേലക്ക് നിൽക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഇറച്ചി തരത്തില്ലെന്ന്. കുടി. അതല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇന്ന് ഉച്ചയ്ക്കാണെന്ന് കിടന്ന് നിങ്ങളുടെ അമ്മച്ചി കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നുണ്ടല്ലോ, അതെന്തുവായിരുന്നു? അത് ഹരിതകർമ്മസേനക്കാർ വേണ്ട. ഹരിതകർമ്മസേനക്കാർ ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വരുമല്ലോ ചേച്ചി. അപ്പൊ അവർക്ക് പ്ലാസ്റ്റിക് നമ്മൾ കഴുകി റെഡിയാക്കി കൊടുക്കണം. 50 രൂപയും കൊടുക്കണം. പ്ലാസ്റ്റിക് എല്ലാം കഴുകി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അമ്മയ്ക്ക് അത് കൊടുക്കാൻ മടി. നല്ല വൃത്തിയുണ്ടല്ലോ, പിന്നെ ഹരിതകർമ്മസേനക്കാർ പറഞ്ഞു പറ്റത്തില്ല, ഞങ്ങളുടെ ജോലിയാണ് 50 രൂപയും തരണം. അമ്മ വിട്ടു കൊടുക്കുക. ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ എന്താ ആയിരുന്നോ? ഹരിതകർമ്മസേനയല്ല, കരസേന വന്നാലും ഞങ്ങളുടെ അമ്മ എടുത്ത് പിടിച്ചിരിക്കത്തില്ല. ഞങ്ങളമ്മ ഇവരമ്മയുടെ വായിന്ന് വരുന്ന നിന്ന് കേൾക്കണോടാ. പിന്നെ ഇവരമ്മ ചേട്ടാ ഇതൊക്കെ അടിക്കുമ്പോഴേ മുഖത്തൊരു ഭാവം, ഒരു എക്സ്പ്രഷൻ, ഒരു എന്തെങ്കിലും വേണം. ഇവിടെ നിന്റെ തൊണ്ടയ്ക്കൊന്ന് പുക്കിളിൽ അവിടെ പൈപ്പ് പിടിപ്പിച്ചേക്ക് വന്നു. ഇത് അങ്ങ് ടച്ചാകാതാന്നോ പോന്നേ? റിയാക്ഷൻ ഒക്കെ ഇടാ ഇത്. അല്ലെങ്കിൽ എന്തുവാ പിന്നെ റിയാക്ഷൻ ഇടാതെ ഒരു കള്ളു കുടിക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാർ ആയിരിക്കും തേയിലവെള്ളമായിരിക്കും. ആണോ? നമ്മൾ തേയിലവെള്ളം കറക്കി കുടിക്കാന്ന് വിചാരിക്കും. പെട്ടെന്ന് കുടിച്ചിട്ട് ആ കുപ്പി എന്തിന്? അങ്ങനെ എനിക്ക് ഫ്രിഡ്ജിൽ വെള്ളം വെക്കാനാ, നല്ല കുപ്പി. എന്താ ഓ അണ്ണാ ഒന്ന് കുടിച്ചാരും നമ്മോട് പറയില്ല കേട്ടോ. ഏതോ പോട്ടെന്ന് അമ്മ തിരക്ക് വരുമെന്ന് ചെറുക്ക പോവാനെന്നാ പറഞ്ഞത്. കുടിച്ചിട്ട് പറ്റത്തില്ല, കുടിച്ചിട്ട് എന്നാ വഴക്ക് പറയാം. നീ അവിടെ കിടക്കാൻ ഇവിടെ കിടക്കാനോ വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് എണീക്കാനെന്ന് എണീക്കാനാ പറഞ്ഞു. എന്തൊരു കഷ്ടമാന്ന് പറയടാ. ഒരാളെ ചെങ്ങന്നൂർ ഇറക്കണേ, ചെങ്ങന്നൂർ ഇറക്കണേ, എന്നെ ചെങ്ങന്നൂർ ഇറക്കണേ. വരാന് ഇത് അണ്ണനെ കട്ടിലേ കയറ്റിയതാണോ തടി ലോറിയെ കയറ്റിയതാണോ? ലൈറ്റ് അടക്കട്ടെ. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. എന്തോ ബഹളവാ. കുടിച്ച വയറ്റ് കിടക്കണം. പിന്നെ വലിയ ശല്യമൊന്നും ഇല്ലല്ലോ. ഈ ചെറുക്ക് ഇതുവരെ പോയില്ലയോ? അയ്യോ, ഇവന്റെ അമ്മയുടെ വായിക്കകത്ത് കയറി ഇറങ്ങാൻ ആരെ കൊണ്ട് പറ്റും? ഓ ബഹളം വെച്ച അണ്ണ ഉണരുകയും ചെയ്യും. എന്തോ ചെയ്യാനാന്ന് പറ. കുഞ്ഞായി കുഞ്ഞായി എണീക്കടാ. അമ്മ ഇങ്ങോട്ട് തിരക്കി വരുമെന്ന്. ഇന്നലെ ഞാൻ എവിടെ കടന്നേ? ഇവിടെ എവിടെ കടന്നേ? നിനക്ക് എന്താ വയ്യായോ? നിനക്ക് നേരം വെളുത്തേച്ചി. പിന്നെ നേരം വെളുത്തില്ലയോ? ഇന്നലെ എന്തുവായിരുന്നു? ഇന്നലെ ഞാൻ കുറച്ച് അറ്റാക്കിംഗ് മൈൻഡ് ആയി പോയല്ലേ. എന്തോ ഓവറായിരുന്നറിയാവോ? ഞാൻ ചില സമയത്ത് അങ്ങ് പ്രാന്ത എനിക്ക്. നീ കാണുന്ന പോലും അല്ലല്ലോ ചെറുക്ക. കുറെ നാളായി കാണാത്ത സാധനം കണ്ടപ്പോഴേ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. നീ എണീക്ക്, നീ ഇച്ചിരി കഴിഞ്ഞ് പോകുന്നില്ല. ചേട്ടൻ കിടന്ന് ഉറങ്ങും, നീ പെട്ടെന്ന് ചെല്ലണം. ഭയങ്കര പേര് തല വരും. കട്ടൻ ചായ എടുത്തോണ്ട് വരും. കട്ടൻ ചായ പോയില്ലേടാ? പോയില്ലേ? ഇല്ല, ഞാനേ കുറച്ച് കഴിഞ്ഞ് പോയാൽ ചേച്ചി പറഞ്ഞു.
ഏയ് അണ്ണ എന്നാ പോകുന്ന മംഗലപുരത്തിന് തിരിച്ച്? ഞാൻ അവിടെ പണി തീർത്തിട്ട് വന്നാടാ. ആണോ? വേണ്ട അണ്ണ വേണോ തേയില വെള്ളം? ഇവന് കൊടുക്കടി. അവനാ ഇവന് കൊടുക്ക്. ഇവന് ചെറുക്കൻ തലവരിക്ക് നിന്ന് എടുക്കും. എങ്ങനുണ്ട്? കൊള്ളാം. നല്ല വരുമോ? കഴിക്കാൻ വല്ലതും വേണോ? അവന് കൊടുക്ക്. തരട്ടേടാ നിനക്ക്. ഞാൻ പല്ല് വെച്ച് മോൻ കഴിയില്ല. ഓണ്ട് അവിടെ വെള്ളം എടുത്ത് വെച്ചേക്കുന്നു. ആണോ? പോട്ട് ചേച്ചി പറയാമോ? ആ പട്ടിയുണ്ട്, രാമൻ ചേച്ചിയുടെ പട്ടി അവിടെ. പോട്ട് കട്ടി അടിച്ചൊക്കെ വീഴരുത്. ഇന്നലത്തെ ഹാങ് ഓവർ പോയി കാണത്തില്ല. വെള്ളം ഒഴിച്ചേ. ചോദിക്കാനും പറ്റില്ല. മുഖം കഴുകുക. പക്ഷെ നല്ല അല്ലേ? ഞാൻ സാധാരണ ഇങ്ങനെ ഇല്ല, പതിവില്ല. അതുകൊണ്ട് എനിക്ക് മുഖം കഴുകാൻ എനിക്കൂടെ വെള്ളം തടിയിച്ചില്ലേ. നീ കഴിയുന്ന ബാക്കി അവിടെ ബാക്കി ഇരിപ്പുണ്ട്, പോയിട്ട് എന്താ പറ്റി? എന്താ പറ്റി? ഒന്നും പറ്റ എന്താ പറ്റാണ ഇനി? എന്താ പറ്റി? കഴിക്കാൻ വേണ്ടെന്നല്ലേ പറഞ്ഞേ? കഴിക്കാൻ വേണ്ടെന്നല്ലേ പറഞ്ഞേ? കഴിക്കാൻ അമ്മയോട് എന്തെന്ന് ചെന്ന് പറയാം. ഇവിടെ തിരുമിക്കടി, ഇവിടെ തിരുമിക്കടി. എന്താ വെള്ളം എടുത്ത് കൂടി, വെള്ളം എടുത്ത് കൂടി. പറ്റത്തില്ല. അയ്യോ 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 ദൈവമേ. കെട്ടുവിട്ടില്ലെന്നോ? അവനാ ക്വാളിറ്റി. എന്തോ എന്തുവാന്ന്? ഒന്നുമില്ലേ. എന്തോ ഒന്നില്ലേ, വീട്ടിൽ പോകുന്നില്ലേ? ഞാൻ ഇച്ചിരി കഴിഞ്ഞാൽ പോകുന്നുള്ളൂ. എന്താ? അല്ല, ഞങ്ങൾ അച്ഛനുണ്ട് അവിടെ. അച്ഛൻ 10 മണിയൊക്കെ ആകുമ്പോ പോകും. അച്ഛൻ അവിടെ ഉണ്ടെന്ന്. ഇത് അച്ഛൻ മണപ്പിക്കും തന്നെ. മണപ്പിക്കും. നിങ്ങളുടെ അച്ഛനല്ലടാ, ഇവരച്ഛനാ മണക്കുന്നത്. എന്തുവാ? അവിടെ മണക്കാല മോഹൻ എന്ന് പറഞ്ഞ ഇവരച്ഛനാ. കല്യാണത്തിന് പോയ അടൂര് അടുത്ത ഒരു അപ്പിച്ചയുടെ മോള് സ്പ്രേ അടിച്ചേക്കുന്നു. ഇയാൾ മണപ്പിക്കാൻ ചെന്നാ ശരിക്കൊക്കെ കിട്ടി ഇവരച്ഛനൊക്കെ. ചുമ്മാ നാടാ കുഞ്ഞായി. ഇത് സത്യം പറഞ്ഞാൽ ഈ മണക്കുന്ന ആരാന്നറിയാവോ? ഇവർ അച്ഛനാ. അയൽവാസികൾക്ക് കിടക്കപ്പുറത്തില്ല. ഇറച്ചിക്കറി വെച്ചാലും മീൻകറി വെച്ചാലും ഉടനെ ഉറുമ്പിന്റെ മൂക്ക മണത്തങ്ങ് ചെല്ലും. നമ്മള് കഴിഞ്ഞ ആഴ്ച കണ്ട സിനിമയ്ക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. അയ്യോ കേട്ടോണ, കഴിഞ്ഞ ആഴ്ചയെ ഞാനും ചേച്ചിയും ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിൻ്റെ മോളുണ്ടല്ലോ മഞ്ജു, ഞങ്ങൾ ആരോടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമയ്ക്ക് മാറക്കുണ്ട്. തക്ക സമയമായപ്പോൾ ഞങ്ങളുടെ അമ്മയും ഈ മഞ്ജുവും പറഞ്ഞ് വരുന്നില്ലെന്ന്. ചെക്കൻ ചോദിക്കും എന്തോ ചെയ്യും, ടിക്കറ്റ് വേസ്റ്റ് ആക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ എന്നോട് പോയി. ഞാനാ നിർബന്ധിച്ച് ചേർക്കണം. നമുക്ക് പൈസ എവിടുന്ന കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ ഇല്ലേ? നല്ല സിനിമയായിരുന്നു. ഞാൻ മൊത്തം കണ്ടില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വന്ന് ചേച്ചിയുടെ തോളെ ചാരി കിടന്നു. നിന്റെ കൂർക്കമ്പലി കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. കഥ എന്തുവായിരുന്നു? കഥ എന്താന്ന് വെച്ചാൽ ഭർത്താവിനെ ഭാര്യയും ഭർത്താവിന്റെ സുഹൃത്തും കൂടെ വഞ്ചിക്കുന്ന ഒരു കഥ. എന്നിട്ട് നിങ്ങൾ എപ്പോ വന്നേ? ഓ വരവൊന്നും പറയണ്ടായിരുന്നു. വരവാരുന്ന രസം. വന്ന വഴി മഴ. മഴ ഞങ്ങൾ പിന്നെ ഒരു കുട കയറി നിന്നു. പ്രകൃതി പോലും എന്നെ ചതിക്കുക. ചോദിക്കാൻ മടിയാ. കറക്റ്റാന്നൊന്നും അറിയത്തില്ല. ഇവിടെ വായെന്നറിയണം. നീ ഇന്നലെ എവിടാ കിടന്നേ? ഞാൻ അകത്ത്. അപ്പൊ ഞാൻ എവിടാ കിടന്നേ? അണ്ണനും അകത്ത്. ഇവനെവിടാ കിടന്നേ? അവനിവിടെ. നീ ഇന്നലെ എവിടാ കിടന്നേ? എനിക്കത് അറിയണം. ഞാൻ ഇന്നലെ അകത്താ കിടന്നേ എന്നാ പറഞ്ഞത്. എടി ഞാൻ ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി. നീ എവിടെ കിടന്നെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് കിടന്നെന്ന് പറഞ്ഞില്ലയോ? നീ അകത്ത് കിടന്നെങ്കിൽ ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ എന്റെ കൂടെ അവിടെ അകത്ത് കിടന്നത്. അതെങ്ങനെ മൂക്കറ്റ കുടിച്ചൊക്കെ വരുന്നത്? പിന്നെ എങ്ങനെ അറിയാനക്കൊണ്ടാ? ഞാൻ അകത്ത് കിടന്നെങ്കിൽ നീ എന്റെ കൂടെ കിടന്നെങ്കിൽ ഞാൻ രാവിലെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നീ ഇവന്റെ കൂടെ കിടക്കുന്നതല്ലേ ഞാൻ കണ്ടത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എങ്ങനെ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാടി. നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടി. നിങ്ങൾ ഇങ്ങോട്ട് വരാനാ പറ. ഇവിടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നീ എവിടെ കിടന്നെന്ന് പറ. ഞാൻ പറഞ്ഞോ, ഞാൻ പെരക്കകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞോ? നിങ്ങൾ എന്തോ ഈ പറഞ്ഞു പോകുന്നേ എങ്ങോട്ടാ? ഇന്നലെ ഞാൻ ഇവിടെ കിടക്കുവായിരുന്നു. ഞാൻ എങ്ങനെ പിന്നെ അകത്ത് പോയി? നിങ്ങളെ ഞാൻ കാലെ പിടിച്ച് വലിച്ചു. ഒളിപ്പിച്ചു എന്നെ. നീ ഒളിപ്പിച്ചു. അകത്തോട്ട് ഒളിപ്പിച്ചു. അകത്തോട്ട് ഒളിപ്പിച്ചു. നീ എന്നെ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ആവശ്യമുള്ളതല്ല നീ പറഞ്ഞത്. ആവശ്യമുള്ളതല്ല പറഞ്ഞത്. നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് കട്ടിലെ കൊണ്ടുവന്ന് കിടത്തി. എന്നിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങി. എന്നെ വലിച്ചോണ്ട് പോയി കട്ടിലെ കിടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ നീ എവിടെ കിടന്നേ? എനിക്ക് കേൾക്കുക. ചേച്ചി പറഞ്ഞില്ലേ ചേച്ചി നിങ്ങളോടാ കിടന്നെന്ന്? നിങ്ങൾക്ക് എന്താ വിശ്വാസം ഇല്ലാത്ത? എങ്ങനെ പിന്നെ ഞാൻ വിശ്വസിക്കണോടാ? നിങ്ങൾ വിശ്വസിച്ചാൽ പറ്റത്തുള്ളൂ. വിശ്വസിക്കണോ? ചേച്ചി അണ്ണനകത്ത് വലിച്ചോണ്ട് പോയി കട്ടിലെ കൊണ്ട് കിടത്തി പുതപ്പെടുത്ത് മണ്ടയ്ക്ക് വിട്ടു. എന്നിട്ട് ചേച്ചി അപ്പുറത്ത് കൂടെ കിടന്നു. അണ്ണ ഒറ്റ ചവിട്ടിനാ ചേച്ചിയെ താഴെ തെളിയിട്ടത്. എന്നിട്ട് ആ പാവം പിടിച്ച പെണ്ണുമ്പിള്ള താഴെ ഒരു പായ വിരിച്ച് കിടന്നത്. 1:30 എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു പറഞ്ഞുകൊണ്ട്. എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു കടവാവിൽ പോയപ്പോൾ ചേച്ചി പേടിച്ച് നെഞ്ചത്ത് കൈവച്ച് പോയി. തിരിച്ച് കയറി വന്ന് ഫ്രിഡ്ജിനകത്തുനിന്ന് തണുത്ത വെള്ളം ഇല്ലാഞ്ഞിട്ട് കൂതയ്ക്കകത്തിരുന്ന പച്ചവെള്ളം എടുത്ത് കുടിച്ചു. എന്നിട്ട് രാവിലെ സുപ്രഭാതം കേട്ടപ്പോൾ ചേച്ചി എഴുന്നേറ്റു. അന്നേരം ഞാനൊന്ന് കണ്ണടച്ചത്. അതായിരുന്നു സംഭവം. കണ്ടോ അവൻ പറഞ്ഞേട്ടോ? അവന് നല്ല അടി കൊടുക്കട്ടെ.
അവനോ അവരത് കറക്റ്റ് പറഞ്ഞിട്ടില്ല. അല്ലെ ഞാനും നീ ഇങ്ങോട്ട് ഇപ്പൊ പിണങ്ങി മാറിയായിരുന്നു. നമ്മൾ ഇല്ലാതായി പോയാലും നമ്മളൊന്നും കൂടെ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല മരം കൊണ്ട് അടിച്ചാ പരട്ടെ ഞാൻ കേട്ടോ. അയ്യോ, എന്നെ അടിക്കുന്നേ വെള്ളമുള്ള എന്നെ അടിക്കുന്നേ. കള്ളത്തരം പറയല്ലേ അണ്ണാ, ഓങ്ങിയതേ ഉള്ളൂ. ഞാൻ ഒളിച്ചു നിന്ന് കാണുന്നുണ്ടേ. എടാ, നിന്നെ ഞാൻ സോറി അണ്ണ, ഞാൻ അവനെ അടിച്ചതായിരുന്നു. ഈ അടി എനിക്ക് തന്നെ വേണം കിട്ടാനൊക്കെ. കണക്കായി